കൂട്ടുകാരെ, നമുക്കിന്ന് ബർമീസല്ലി വെച്ച് ഒരു മസാല ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഞാൻ ബർമീസല്ലി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി റോസ്റ്റ് ചെയ്തെടുക്കാം. പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ ബർമീസല്ലി ഇതിനകത്ത് ഇട്ട് കൊടുക്കുക. തിരി താത്തിയിട്ടിട്ട് നമുക്കത് വറുത്തെടുക്കുക. ബർമീസല്ലി കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ റോസ്റ്റ് ചെയ്തതാണ് എനിക്ക് കിട്ടിയത്. എന്നാലും ഞാൻ ഒന്നുകൂടിയും റോസ്റ്റ് ചെയ്തെടുക്കുകയാണത്. ബർമീസല്ലിയൊക്കെ ഞാൻ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം. ഇപ്പം ഞാനൊരു പാത്രം അടപ്പത്ത് വെച്ചിട്ട് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് തിളച്ച് വരുമ്പോൾ നമുക്ക് ബർമീസല്ലി അതിനകത്തേക്ക് ഇടാം. ഞാനിപ്പോൾ ഇതിനാവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുകയാണ്. വെള്ളം ഇവിടെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബർമീസല്ലി ഇതിനകത്തേക്ക് ഇടാം. നമ്മുടെ ബർമീസല്ലിയൊക്കെ വെള്ളമൊക്കെ വറ്റി നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മസാല ഉണ്ടാക്കാനുള്ള പരിപാടി ചെയ്യാം. ഞാനിവിടെ ഒരു പാൻ അടപ്പത്ത് വെച്ച് പാൻ ചൂടായി വന്നപ്പോൾ അതിനകത്ത് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുന്നുണ്ട്. പൊട്ടിയതിന് ശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കാം. 2 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞിട്ട് വഴറ്റാം. വാള അരിഞ്ഞതും ഇതിനകത്തേക്ക് ഇട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. നമുക്ക് ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ വേഗം വഴന്ന് കിട്ടും. വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കുക അതിനകത്തേക്ക്. ശേഷം ഒരു തക്കാളി അരിഞ്ഞുണ്ട്, അത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് മുളക് പൊടി എല്ലാം 1/2 ടീസ്പൂൺ വീതം, മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല, ചാറ്റ് മസാല, അത്രയും നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. നല്ലോണം ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക അതിനകത്ത്. ക്യാരറ്റും തക്കാളിയൊക്കെ വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ച ബർമീസല്ലി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. നമുക്ക് ഇതിനകത്തേക്ക് 1/2 സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ ബർമീസല്ലി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ.